ഹലോ, ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ദിലീപേട്ടൻ്റെ പടം ഇറങ്ങിയിട്ട് അപ്പോൾ മൊബൈൽ നോക്കുമ്പോൾ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, പടം ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഇങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ട്, പോസ്റ്റും അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഈ പടം ബഹിഷ്കരിക്കണം, കാണാൻ പാടില്ല, അങ്ങനെയൊക്കെ നടിയെ ആക്രമിച്ചത് അതിൻ്റെതായ കാരണം കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ പറയണം. കുറേ ഇത് കണ്ടിട്ടാ ക്ലിപ്പുകൾ ഞാൻ കണ്ടു. നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ പടം കാണണ്ട. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ആ പടം കാണണ്ട. ഇതേമ്പോൾ എനിക്ക് തോന്നുന്നു 85 ദിവസം ജയിലിൽ കടന്നിട്ട് ദിലീപേട്ടൻ ഇറങ്ങി നോക്കുമ്പോൾ ഏറ്റവും ഹിറ്റായ പടം രാംലീല. അന്ന് ആ പടമാണ് ആൾക്കാർ ഇഷ്ടമായിട്ട്. അല്ലാണ്ട് ദിലീപിന് ഇഷ്ടമുണ്ടെങ്കിൽ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണണ്ട. അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച് കുറേ ആൾക്കാരുണ്ടാവും. നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളൊരു പടം കാണാൻ അതിനെ കുറിച്ചിട്ട് പറയുക. നമുക്ക് ഇഷ്ടമല്ലേ പറയണ്ട, ബഹിഷ്കരിക്കണം, അതാക്കണം ഇതാക്കണം എന്നൊന്നും പറയാതെ നമുക്ക് യാതൊരു അവകാശമില്ല. കാരണം ഓരോരുത്തർ അവരെ തൊഴിൽ അവർ ചെയ്യുന്നു. അപ്പോൾ പറയും ഇരക്ക് നീതി കിട്ടിയില്ല എന്ന് പറയും. ഇനിയും കോടതികളുണ്ടല്ലോ, പോണം. നാളെ എനിക്ക് സംഭവിച്ചാലും വേറൊരാൾക്ക് അവനവനക്ക് സംഭവിക്കുമ്പോഴും അതിൻ്റെ വിഷമം മനസ്സിലാവും. എന്ന് വെച്ചിട്ട് ഒരു പടം ബഹിഷ്കരിക്കാൻ പറയാനൊന്നും നമുക്ക് അതിൻ്റെ ബാക്കിൽ അണിയറ പ്രവർത്തകർ മോഹൻലാലാണെങ്കിലും ഇത്ര വലിയ നടൻ്റെ കൂടെ ഞാനിപ്പോൾ കുറേ ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ കാണുമ്പോൾ, ലൈവിലൊക്കെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര നല്ല ദിലീപേട്ടൻ്റെ കംബാക്ക് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല പടം. ഇതേമാതിരി രാമലീല ഇറങ്ങി നോക്കുമ്പോൾ കുറേ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഹിറ്റായിട്ട് പോയൊരു പടമാണ് രാമലീല. അപ്പം നമുക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണാം. അത് വേറെ ഉള്ളവരോട് പറയരുത്, കാണരുത്, ബഹിഷ്കരിക്കണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. അതിൻ്റെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ടാവും. പുതുമുഖങ്ങളാവട്ടെ, അവരൊക്കെ ഇതൊന്ന് വിജയിച്ചാലാണെങ്കിലോ എന്ന് പറയുന്ന ഒരാൾക്കാരുണ്ട്. നമ്മൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ കാണട്ട. അത് ബഹിഷ്കരിക്കണം എന്ന് ഓരോരുത്തരും അവകാശമുണ്ടോ, ഓരോരുത്തർക്ക് പറയാനുള്ള ഇതുണ്ട്. പക്ഷേ എന്തായാലും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണാൻ പറ്റില്ല എന്നുള്ളൂ. എന്തായാലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പടം കാണാം. ഞാനിപ്പോൾ കണ്ടുകൊടുത്തോളം, ഇപ്പോൾ കുറേ റിവ്യൂ ഒക്കെ കണ്ടുകൊടുത്തോളം പടം നല്ല ഹിറ്റാണെന്ന് കാണാൻ ആഗ്രഹമുണ്ട്. എന്തായാലും കോമഡിയിൽ നിന്നും മാറിയൊരു പടമാണെന്ന് തോന്നുന്നു. മോഹൻലാൽ അടക്കം വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു പടം നല്ല ഹിറ്റാവുന്നു. ക്രിസ്മസ് പടം തൂക്കുന്നാണ് ആൾക്കാർ പറഞ്ഞു. നമുക്ക് നോക്കാം, ഇനിയുമുള്ള ദിവസങ്ങളുണ്ടല്ലോ. നല്ലതാണെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും, ഇഷ്ടമില്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കില്ല. അതിപ്പോൾ ഏത് പടങ്ങളാണെങ്കിലും നല്ലതാണെങ്കിൽ മാത്രമേ ജനങ്ങൾ സ്വീകരിക്കുള്ളൂ, ഇല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കില്ല. ഓരോരുത്തരും ഇഷ്ടമുണ്ടെങ്കിൽ പടം കാണാം. എന്തായാലും എനിക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും പറ്റുന്നവർ പോയി കാണാൻ, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. ഞാൻ എന്തായാലും കാണും. ഇപ്പം അല്ലെങ്കിൽ കുറച്ച് തിരക്കുകളും ഇതൊക്കെ കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പോയി കാണും. അപ്പോൾ ഓക്കെ.